പോലുള്ള മൃഗജീവികളോടും തന്നെ പോരാളികളെ സൂക്ഷിച്ചു. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കർഷകൻ മരിച്ച കോഴിക്കോട് കക്കയത്ത് ജനരോഷം ഇരമ്പുകയാണ്. അബ്രഹാമിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ബന്ധുക്കളും നാട്ടുകാരും ഇതുവരെ അനുവദിച്ചിട്ടില്ല. മുന്നോട്ട് വച്ച ആവശ്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് കുടുംബം ആവർത്തിച്ചു. പലവട്ടം ജില്ലാ ഭരണകൂടം ചർച്ച നടത്തിയെങ്കിലും പ്രശ്നപരിഹാരം ഉണ്ടായിട്ടില്ല. അതിനിടെ സംസ്ഥാന സർക്കാരിനെ കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പുമായി താമരശ്ശേരി ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ രംഗത്തെത്തി. വന്യജീവി ആക്രമണത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ മലയോര മേഖലയിലെ ഭരണം ഏറ്റെടുക്കും. ഇനി മൃഗങ്ങൾ നാട്ടിലിറങ്ങിയാൽ ഞങ്ങൾ തന്നെ വെടിവെക്കും. ആ പ്രതികരണത്തിലേക്ക് ആദ്യം. ഞങ്ങളുടെ കൃഷിയിടങ്ങളിലേക്ക് കടന്നു വരുന്ന മൃഗങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ള അനുവാദം മാത്രം ഞങ്ങൾക്ക് തന്നാൽ മതി. അത് ഞങ്ങൾ ഇവിടെ ചെയ്തുകൊള്ളാം. ഇതാണ് സർക്കാരിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. സർക്കാർ ഞങ്ങൾക്കത് നൽകിയില്ലെങ്കിൽ ഒരു ദിവസം പ്രഖ്യാപിച്ച് ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രദേശങ്ങളിൽ ഇറങ്ങി ഞങ്ങൾ വെടിവെച്ച് കൊല്ലുക തന്നെ ചെയ്യും. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവന് സംരക്ഷണം നൽകാൻ സർക്കാരിന് സാധിക്കുന്നില്ലെങ്കിൽ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നില്ലെങ്കിൽ, ഇനി ഒരു ദുരന്തം ഇതുകൂടി ആവർത്തിച്ചാൽ ഇവിടുത്തെ ഈ മലമ്പ്രദേശത്തെ ഭരണം ഞങ്ങൾ തന്നെ ഏറ്റെടുക്കുമെന്ന് ഉറക്കെ ഞങ്ങൾ പറയുകയാണ്. രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. രാഹുൽ, ഇപ്പോൾ അനുരഞ്ജന ചർച്ച അല്ലെങ്കിൽ സമവായം ഉണ്ടാക്കാനുള്ള ചർച്ച ജില്ലാ കളക്ടറേറ്റിൽ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ അക്രമകാരിയായ കാട്ടുപോത്തിനെ വെടിവെക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ള നിർദ്ദേശവും ഉത്തരവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്താണ് പുതിയ വിവരങ്ങൾ? മരിച്ച അബ്രഹാമിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല, അതിന്റെ തുടർ നടപടിയിലേക്ക് കടന്നിട്ടില്ല, അവരുടെ ആവശ്യങ്ങളിൽ അനുകൂലമായ തീരുമാനം ഉണ്ടായിട്ടില്ല. എന്താണ് ഇപ്പോൾ നടക്കുന്നത്? പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, അബ്രഹാമിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് നടക്കുന്ന 4ാമത്തെ ചർച്ചയാണ് അല്പസമയത്തിനുള്ളിൽ കോഴിക്കോട് കളക്ടറേറ്റിൽ നടക്കാൻ പോകുന്നത്. കോഴിക്കോട് കളക്ടറുടെ നേതൃത്വത്തിലാണ് ഈ യോഗം വിളിച്ചിട്ടുള്ളത്. ജനപ്രതിനിധികൾ, അബ്രഹാമിന്റെ കുടുംബാംഗങ്ങൾ, നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. നിലവിൽ ഇവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ആവശ്യങ്ങളിൽ അവസാനഘട്ട ചർച്ചയാണ് ഇനി നടക്കാൻ പോകുന്നത്. രേഖാമൂലം ഉറപ്പുകൾ നൽകണമെന്നാണ് നിലവിൽ കുടുംബാംഗങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിൽ 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം, അബ്രഹാമിന്റെ കുടുംബത്തിലെ ഒരാൾക്ക് സർക്കാർ ജോലി, അബ്രഹാമിന്റെ ഭാര്യയുടെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കുക, അതോടൊപ്പം ഈ അക്രമകാരിയായ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലുക. ഈ ആവശ്യങ്ങളെല്ലാം തന്നെ സർക്കാർ ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട്. ഇനി അതിൽ ബാക്കി നിൽക്കുന്നത് രേഖാമൂലം ഈ ഉറപ്പുകൾ നൽകുക എന്നുള്ളതാണ്. ഇതിന്മേലാണ് ഇനി അവസാനവട്ട ചർച്ച നടക്കാൻ പോകുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ചർച്ചകൾ നടക്കും. അതിനുവേണ്ടിയുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ഈ ചർച്ചയെ ആസ്പദമാക്കിയിരിക്കും ഇനി തുടർ നീക്കങ്ങൾ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ചർച്ച വിളിച്ച സാഹചര്യത്തിൽ കക്കയത്ത് നടന്നുകൊണ്ടിരുന്ന 8 മണിക്കൂർ നീണ്ട സമരം അവസാനിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇനി നാളെയായിരിക്കും നടക്കുക. നിലവിൽ ഇന്നലെ വൈകിട്ട് 3 മണിയോടുകൂടിയാണ് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ അബ്രഹാം മരിക്കുന്നത്. തുടർന്ന് ഈ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയായിരുന്നു. ആവശ്യങ്ങളിൽ ചർച്ച മാത്രമാണ് നടന്നത്. ഇവ അംഗീകരിക്കാതെ വന്നതോടെ ഈ അബ്രഹാമിന്റെ കുടുംബം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ഉൾപ്പെടെ സമ്മതിക്കാതെ വരികയായിരുന്നു. അങ്ങനെ പോസ്റ്റ്മോർട്ടം നടപടികൾ വളരെയധികം വലിയ രീതിയിൽ നീണ്ടുപോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അതോടൊപ്പം കക്കയത്ത് നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയേണ്ടത് ഈ അക്രമകാരിയായ കാട്ടുപോത്തിനെ വെടിവെക്കാനുള്ള ഉത്തരവ് വൈകിയതാണ്. രാവിലെ RRT സംഘം കക്കയത്ത് എത്തുമെന്നും ഈ കാട്ടുപോത്തിനെ കണ്ടെത്തി മയക്കുവെടി വെക്കുമെന്നും അറിയിച്ചിരുന്നു. പക്ഷേ വൈകിട്ട് വരെ ആയിട്ടും RRT സംഘം അവിടെ എത്തിയില്ല. കാട്ടുപോത്തിനെ ട്രാക്ക് ചെയ്യാനും കഴിഞ്ഞില്ല. അതോടെയാണ് താമരശ്ശേരി ബിഷപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ കക്കയത്തേക്ക് എത്തിയത്. താമരശ്ശേരി ബിഷപ്പ് എത്തിയതോടെ ഈ പ്രതിഷേധത്തിന്റെ രൂപവും ഭാവവുമായി മാറി. ആളുകൾ വലിയ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തു. അതിനിടയിലാണ് സർക്കാരിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് താമരശ്ശേരി ബിഷപ്പ് തന്നെ രംഗത്തെത്തുന്നത്. അതായത് ഈ വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാൻ സർക്കാരിനാവുന്നില്ലെങ്കിൽ മലയോര മേഖലകളിലെ ഭരണം തങ്ങൾ ഏറ്റെടുക്കുമെന്നുവരെ താമരശ്ശേരി ബിഷപ്പ് മുന്നറിയിപ്പ് നൽകി. മുഖ്യമന്ത്രിയും വനമന്ത്രിയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നില്ല. അത്തരത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നിയമനിർമ്മാണം ഉൾപ്പെടെ നടത്തിയാനേ മാത്രമല്ല ഈ സമരം നടത്തുന്ന ആളുകൾക്കെതിരെ കേസെടുക്കാനും താമരശ്ശേരി ബിഷപ്പ് വെല്ലുവിളിച്ചു. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു ഇന്ന് കക്കയത്ത് കണ്ടുകൊണ്ടിരുന്നത്. അതിന് സമാനമായ രീതിയിൽ കോഴിക്കോട് നഗര
കാര്യത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണെങ്കിലും ശരി രാഹുൽ, എന്തായാലും ഇന്ന് പലതവണ ചർച്ചകൾ നടത്തി, തീരുമാനമായില്ല. ഒരു വട്ടം കൂടി ചർച്ച അല്പസമയത്തിനകം തുടങ്ങും. കളക്ടറേറ്റിൽ പ്രശ്നപരിഹാരം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട്ട് നിന്ന്. വന്യജീവി സംഘർഷം സംസ്ഥാനം നേരിടുന്ന പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പ്രതിരോധ നടപടികളിൽ വനം വകുപ്പിനൊപ്പം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഭാഗമാകും. വിവിധ തലങ്ങളിലായി 4 സമിതികൾ രൂപീകരിക്കും. മുഖ്യമന്ത്രി അധ്യക്ഷനായി സംസ്ഥാനതല സമിതി പ്രവർത്തിക്കും. സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചതോടെ നിലവിലുള്ള നിയമക്കുരുക്കുകൾ മറികടക്കാനാകുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചു. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. വന്യമൃഗാക്രമണങ്ങളിൽ തുടർച്ചയായ ആളുകൾ കൊല്ലപ്പെട്ടതോടെ വനം വകുപ്പിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. പിന്നാലെയാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചത്. ഇതോടെ മുഖ്യമന്ത്രിയുടെ വകുപ്പായ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മേൽനോട്ടത്തിലാകും വന്യജീവി ആക്രമണ പ്രതിരോധ പ്രവർത്തനങ്ങൾ. വിവിധ തലങ്ങളിലായി 4 സമിതികൾ രൂപീകരിച്ചു. മുഖ്യമന്ത്രി അധ്യക്ഷനായ മന്ത്രിതല സമിതിയിൽ വനം, റവന്യൂ, തദ്ദേശ സ്വയംഭരണം, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രിമാരും ഉണ്ടാകും. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായാണ് ഉദ്യോഗസ്ഥ സമിതി. ജില്ലാ സമിതിയിൽ ജില്ലാ ചുമതലയുള്ള മന്ത്രിയും ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും DFOയും മെഡിക്കൽ ഓഫീസറും ഉണ്ടാകും. ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സ്പെഷ്യൽ നോഡൽ ഓഫീസറായി ചുമതലപ്പെടുത്തി. നഷ്ടപരിഹാരത്തുക വേഗത്തിൽ നൽകാൻ വനം മേധാവിക്ക് ചുമതല നൽകും. ഇതിനുള്ള ചെലവിനെ ട്രഷറി നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കാനും തീരുമാനമായി. വന്യജീവി സംഘർഷം ഉണ്ടാകുമ്പോൾ നിരീക്ഷണത്തിന് വനം വകുപ്പ് ആസ്ഥാനത്ത് പ്രത്യേക കൺട്രോൾ റൂം തുറക്കണം. നിരന്തര സംഘർഷം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ജാഗ്രതയ്ക്കായി കൂടുതൽ താൽക്കാലിക വാച്ചർമാരെ നിയോഗിക്കും. നിലവിലുള്ള റാപ്പിഡ് റെസ്പോൺസ് ടീമുകളെ ജീവനക്കാരെയും ഉപകരണങ്ങളും കൊടുത്ത് ശക്തിപ്പെടുത്തും. കേരള, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട ഇന്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി യോഗങ്ങൾ ചേരാനും മന്ത്രിസഭ തീരുമാനിച്ചു. 24 തിരുവനന്തപുരം. ഭയപ്പാടിൽ മലയോര ജീവിതങ്ങൾ. മലപ്പുറം മഞ്ചേരി കാരക്കുന്നിൽ കാട്ടുപന്നി കുറുകച്ചാടിയതിനെ തുടർന്ന് ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. പഴയടം തടിയമ്പുറത്ത് ഷഫീഖാണ് മരിച്ചത്. തിരുവനന്തപുരത്ത് വയോധികനെ കാട്ടുപന്നി ആക്രമിച്ചു. നിലമ്പൂരിൽ ആദിവാസി യുവാവിന് കരടിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. പാലക്കാട് മലമ്പുഴ കവയിൽ ഡാമിൽ വെള്ളം കുടിക്കാനെത്തിയ കാട്ടാന ചെളിയിലകപ്പെട്ടു. മഞ്ചേരി കാരക്കുന്ന് ആലുങ്ങലിൽ ഇന്നലെ രാത്രി 9 മണിയോടെയാണ് അപകടമുണ്ടായത്. കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് ഓട്ടോ വെട്ടിച്ചപ്പോൾ നിയന്ത്രണം വിട്ടു മറിയുകയായിരുന്നു. മഞ്ചേരി പഴയടം തടിയമ്പുറത്ത് ഷെഫീഖാണ് മരിച്ചത്. ഗൾഫിൽ പോകുന്ന ഭാര്യ സഹോദരനെ യാത്രയാക്കാൻ പോകുമ്പോഴാണ് ഷെഫീഖ് അപകടത്തിൽപ്പെട്ടത്. പ്രദേശത്ത് നിരന്തരം കാട്ടുപന്നി ശല്യമുള്ളതായി നാട്ടുകാർ പറഞ്ഞു. പന്നി ശല്യം സ്ഥിരമായിട്ട് കാണാറുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു 9, 10, 11 മണിന്റെ ഉള്ളിൽ ആയിക്കൂടെ പോരുമ്പോൾ പലപ്പോഴായിട്ട് ഞാൻ തന്നെ ഈ പന്നികൾ ക്രോസ് ചെയ്യണത് കണ്ടിട്ടുണ്ട്. പലപ്പോഴായിട്ട് അപകടം സംഭവിച്ചിട്ടുണ്ട്. കുറെ മുമ്പേ ഉണ്ട്. അപ്പം അതിനൊരു നടപടി കാര്യങ്ങളൊന്നും ഇതുവരെ ആയിട്ടില്ല. തിരുവനന്തപുരം വെഞ്ഞാറമൂട് പാലുമായി പോയ വയോധികനെ കാട്ടുപന്നി ആക്രമിച്ചു. മുണ്ടക്കൽവാരം സ്വദേശി വിജയൻ നായർക്കാണ് പരിക്കേറ്റത്. കാലിനു പരിക്കേറ്റ വിജയനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലപ്പുറം നിലമ്പൂരിൽ കരടിയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവിന് പരിക്കേറ്റു. ചാലിയാർ പഞ്ചായത്തിലെ കാട്ടുനായ്ക്ക കോളനിയിലെ വിജയന്റെ മകൻ അഖിലിനെയാണ് കരടി ആക്രമിച്ചത്. തേൻ ശേഖരിക്കാൻ പോകുന്നതിനിടെയാണ് ആക്രമണമുണ്ടായത്. കാലിന് ഗുരുതരമായി പരിക്കേറ്റ അഖിലിനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലമ്പുഴ കവയിൽ ഡാമിൽ നിന്ന് വെള്ളം കുടിക്കാനെത്തിയ കാട്ടാന ചെളിക്കുളത്തിൽ അകപ്പെട്ടു. ഇന്ന് പുലർച്ചെയാണ് സംഭവം. 2 മണിക്കൂറോളം ചെളിയിലകപ്പെട്ട കൊമ്പനെ ഒടുവിൽ കാട് കയറ്റി. ജലാശയത്തിൽ വെള്ളം കുറവായതിനാൽ കൂടുതൽ അടുത്തേക്ക് പോയതിനാലാണ് ചെളിയിലകപ്പെടുന്ന സാഹചര്യമുണ്ടായത്. ഏറെ നേരം ശ്രമിച്ചെങ്കിലും ആനയ്ക്ക് കരയിലേക്ക് കയറാനായില്ല. 2 മണിക്കൂറോളം ചളിയിൽ കുടുങ്ങിക്കിടന്ന ശേഷമാണ് ആനയെ കരക്കെത്തിക്കാനായത്. രക്ഷപ്പെടുത്തിയ ആനയെ പിന്നീട് കാട് കയറ്റി. കണ്ണാടി വടക്കുമുറിയിൽ ലോറിയിൽ നിന്ന് വിരണ്ടോടി നാശനഷ്ടങ്ങളുണ്ടാക്കിയ അക്കരമേൽ ശേഖരൻ എന്ന നാട്ടാനയ്ക്ക് 15 ദിവസത്തെ വിലക്ക് ഏർപ്പെടുത്തി. 15 ദിവസത്തേക്ക് ആനയെ ഉത്സവങ്ങളിൽ എഴുന്നള്ളിക്കരുതെന്നാണ് വനം വകുപ്പിന്റെ നിർദ്ദേശം. 24 പാലക്കാട്, മലപ്പുറം. കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ട അതിരപ്പള്ളിയിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. വനം വകുപ്പ് RRT സംഘമെത്തി ആനയെ തുരത്തി. ഇന്നലെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വത്സയുടെ മൃതദേഹം സംസ്കരിച്ചു. അതിരപ്പള്ളിയിൽ കോൺഗ്രസ് കരിദിനം ആചരിച്ചു.
ഇന്നലെയാണ് വാച്ചുമരം കോളനിയിലെ ഊരുമൂപ്പൻ രാജന്റെ ഭാര്യ വത്സലയെ കാട്ടാന കൊലപ്പെടുത്തിയത്. ഇന്ന് രാവിലെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം 10:30 വാച്ചുമരം കോളനിയിലെത്തിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാരം. വനംവകുപ്പ് പ്രഖ്യാപിച്ച 10 ലക്ഷം രൂപ നഷ്ടപരിഹാരത്തിന്റെ ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപ കുടുംബാംഗങ്ങൾക്ക് കൈമാറി. ഇന്ന് രാവിലെയും അതിരപ്പള്ളി ജനവാസ മേഖലയ്ക്ക് സമീപം കാട്ടാന ഇറങ്ങി. റോഡിലേക്കെത്തിയ കാട്ടാനകളെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിരട്ടി കാട്ടിലേക്ക് ഓടിച്ചു. ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയതോടെ കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. അരമണിക്കൂറോളം നേരം ചാലക്കുടി അതിരപ്പള്ളി പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. വന്യജീവി ആക്രമണം രൂക്ഷമായതോടെ വിഷയം ചർച്ച ചെയ്യാൻ ചാലക്കുടി വാഴച്ചാൽ ഡിഎഫ്ഒമാർ സംയുക്ത യോഗം വിളിച്ചു. 24 തൃശൂർ. സംസ്ഥാനത്തെ വന്യജീവി ആക്രമണങ്ങളിൽ സർക്കാരിനെ വിമർശിച്ച് എം മണി MLA. ജനങ്ങൾക്ക് സുരക്ഷ നൽകേണ്ട ബാധ്യത സർക്കാരിനും ഉദ്യോഗസ്ഥർക്കുമുണ്ട്. സർക്കാരും വനം വകുപ്പും ഫലപ്രദമായി നടപടി സ്വീകരിക്കണം. മനുഷ്യനെ കൊല്ലുന്ന മൃഗങ്ങളെ കൊല്ലണമെന്നും എം മണി MLA പറഞ്ഞു. താന വന്യമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ചു വരുന്നതിനെ നേരിടാൻ ഗവൺമെൻറ്റും ഫോറസ്റ്റ് വകുപ്പും ഫലപ്രദമായ നടപടി സ്വീകരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. മനുഷ്യനെ കൊല ചെയ്യുന്ന കൊലയാളികളായ മൃഗങ്ങളെ പിന്നെ കൊല്ലുന്നതിലും വലിയ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മനുഷ്യനെ ഉപദ്രവിക്കുന്ന നിരന്തരം മനുഷ്യനെ കൊല്ലുകയാണെങ്കിൽ പിന്നെ ആ മൃഗത്തിനെ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ വേണേലും ആകാം. ഏത് മാർഗത്തിലും ഗവൺമെൻറ്, ഫോറസ്റ്റ് വകുപ്പും പോലീസ് വകുപ്പും ഇക്കാര്യത്തിൽ നടപടിയെടുക്കണം. ജനങ്ങൾക്ക് സുരക്ഷ നൽകേണ്ട ബാധ്യത ഗവൺമെൻറ്റിനും ഉണ്ട്, ഉദ്യോഗസ്ഥന്മാർക്കും ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഒരു പ്രധാന വാർത്ത കൂടി വരുന്നുണ്ട്. ഇടുക്കി ശാന്തൻപാറയിൽ കാട്ടുപന്നി ഇടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരുക്ക്. ശാന്തൻപാറ സ്വദേശി ശിവകുമാറിനാണ് പരിക്കേറ്റത്. വാഹനത്തിന്റെ മുൻവശം തകർന്നു. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. രാഹുൽ, എപ്പോഴായിരുന്നു അപകടം? എത്ര ഗുരുതരമാണ് പരുക്ക്? വിജയകുമാർ, 7:30 കൂടിയാണ് അപകടം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ശിവകുമാർ ഓട്ടോയിൽ ഓട്ടം പോകുമ്പോഴാണ്, യാത്രക്കാരെ കയറ്റി ഓട്ടം പോകുമ്പോഴാണ് കാട്ടുപന്നി ഓട്ടോയ്ക്കിട്ട് വന്നിരിക്കുന്നത്. വാഹനത്തിന്റെ മുൻവശം പൂർണ്ണമായിട്ടും തകർന്ന നിലയിലാണ്. ആ ഡ്രൈവറായിരുന്ന ശിവകുമാറിന് സാരമായ പരിക്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മേഖലയിൽ കാട്ടുപന്നിയുടെ ശല്യം വളരെ രൂക്ഷമാണ് എന്നുള്ളത് നാട്ടുകാർ ഒരുപാട് നാളുകളായി പരാതിയായി പറയുന്നതുമാണ്. ഇതിന് തൊട്ടടുത്ത് ബൈസൺവാലിയിൽ ഒരാഴ്ച മുമ്പ് കാട്ടുപന്നി ഇടിച്ച് ബൈക്ക് യാത്രക്കാരിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അവരിപ്പോഴും വെന്റിലേറ്ററിൽ കഴിയുന്ന സാഹചര്യം പോലുമുണ്ട്. വീണ്ടും ഇപ്പോൾ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഒരു ഓട്ടോ ഡ്രൈവർക്ക് പരിക്ക് പറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശാന്തൻപാറ സ്വദേശി ശിവകുമാറിനാണ് പരിക്കേറ്റത്. വാഹനത്തിന്റെ മുൻവശം തകർന്നു. അദ്ദേഹം ചികിത്സയിലാണ്. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്ന്. ഷിയാസിനെ വിടാതെ പോലീസ്. കോതമംഗലത്തെ പ്രതിഷേധത്തിൽ പോലീസ് എടുത്ത മുഴുവൻ കേസുകളിലും കോൺഗ്രസ് നേതാക്കൾക്ക് ജാമ്യം. ആദ്യന്തം നാടകീയ സംഭവവികാസങ്ങൾക്കൊടുവിലാണ് മാത്യു കുഴൽനാടനും മുഹമ്മദ് ഷിയാസിനും അടക്കം ജാമ്യം ലഭിച്ചത്. ജാമ്യത്തിനായി മജിസ്ട്രേറ്റ് കോടതി മുതൽ ഹൈക്കോടതി വരെ ഒറ്റ ദിവസം നിയമയുദ്ധവും നടന്നു. നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഷിയാസിനും മാത്യു കുഴൽനാടനും പോലീസ് നോട്ടീസ് നൽകി. ആശുപത്രിയിലെ സംഘർഷം, പ്രതിഷേധ മാർച്ച്, ക്രമസമാധാന പ്രശ്നങ്ങൾ, മൃതദേഹത്തോടുള്ള അനാദരവ് എന്നിവയിലെടുത്ത 2 കേസുകളിലായിരുന്നു ആദ്യം വാദം കേട്ടത്. പോലീസിന്റെ എതിർപ്പും കസ്റ്റഡി ആവശ്യവും തള്ളി കോൺഗ്രസ് നേതാക്കൾക്ക് ജാമ്യം. പിന്നാലെ മാധ്യമപ്രവർത്തകരെ കാണുന്നതിനിടെ പോലീസിന്റെ അപ്രതീക്ഷിത നീക്കം. പൊതുമുതൽ നശിപ്പിച്ചെന്ന കേസിൽ DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കത്തിൽ സംഘർഷം. പോലീസിനെ തള്ളിമാറ്റി മുഹമ്മദ് ഷിയാസ് കോടതി മുറിയിൽ. തുടർന്ന് പോലീസും കോൺഗ്രസ് നേതാക്കളും കോടതി വളപ്പിൽ മുഖാമുഖം.
വൈകിട്ട് 4:30 ഹൈക്കോടതിയിൽ നിന്ന് മൂന്നാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം. പക്ഷേ പോലീസ് വിടാനൊരുക്കമായിരുന്നില്ല. ഡിവൈഎസ്പിയെ ആക്രമിച്ചെന്ന അടുത്ത കേസെത്തി. പിന്നാലെ കോടതിയിൽ കീഴടങ്ങിയ ഷിയാസ് വീണ്ടും ജാമ്യാപേക്ഷ നൽകി. കാത്തിരിപ്പിനൊടുവിൽ പോലീസിന് കനത്ത തിരിച്ചടിയായി 4ാം കേസിലും ജാമ്യം. 8.5 മണിക്കൂർ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ തോൽവി സമ്മതിച്ച് പോലീസും മുദ്രാവാക്യം വിളികളുമായി കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പിരിഞ്ഞു. ഇതിനിടെ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ മുഹമ്മദ് ഷിയാസിനും മാത്യു കുഴൽനാടനും കോതമംഗലം പോലീസ് വീണ്ടും നോട്ടീസ് അയച്ചു. 24 കൊച്ചി. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ വൻ ക്രമക്കേട്. ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിൽ ദേവസ്വം ബോർഡിൽ കൃത്യമായ കണക്കുകളില്ലെന്ന് കണ്ടെത്തി. 2018-19 സാമ്പത്തിക വർഷം ഓഡിറ്റ് നടന്നിട്ടില്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് ദേവസ്വം ബോർഡ് തുടർച്ചയായി അവഗണിച്ചു. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്നും. ശ്രീകാന്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ആദായ നികുതി വകുപ്പിന്റെ പരിശോധന നടന്നു എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എത്ര ഗുരുതരമായ കണ്ടെത്തലുകൾ ഉണ്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ആദായ നികുതി വകുപ്പ് പരിശോധനയിൽ? ഇന്നലെയാണ് ഗുരുവായൂർ ദേവസ്വം ആസ്ഥാനത്ത് ഈ പരിശോധന നടക്കുകയുണ്ടായത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദേവസ്വം ബോർഡ് നികുതി വെട്ടിപ്പ് നടത്തി എന്ന് പത്രക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുകയാണ് നിലവിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. അതിൽ അവർ എടുത്തു പറയുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. കൊച്ചി യൂണിറ്റ് നടത്തിയ റെയ്ഡിൽ ആദായ നികുതി വകുപ്പിന്റെ TDS വിഭാഗമാണ് ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസുകൾ തുടർച്ചയായി അത് തള്ളിക്കളയുന്ന ഒരു അവഗണിക്കുന്ന നിലപാടാണ് ദേവസ്വം സ്വീകരിച്ചത്. പലതവണ അവരോട് രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു, പക്ഷേ അതിന് തയ്യാറായില്ല. TDSുമായി ബന്ധപ്പെട്ട രേഖകളാണ് ആവശ്യപ്പെട്ടത്. കൃത്യമായ കണക്കുകൾ ദേവസ്വത്തിന്റെ കയ്യിലില്ല. ഈ അക്കൗണ്ടുകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ ചോദിച്ചപ്പോൾ അത് ദേവസ്വത്തിന് ഹാജരാക്കാൻ സാധിച്ചില്ല. 2018-19 സാമ്പത്തിക വർഷത്തിൽ ഓഡിറ്റേ നടന്നിട്ടില്ല എന്നും നിലവിൽ ഈ പരിശോധനയിൽ ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നികുതി വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന നിഗമനത്തിലേക്ക് നിലവിൽ ഇപ്പോൾ ആദായ നികുതി വകുപ്പ് എത്തിയത്. തുടർ നടപടികൾ ഉണ്ടാകും. എന്തായാലും ദേവസ്വം ബോർഡിന്, ഗുരുവായൂർ ദേവസ്വം ബോർഡിന് വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ് പരിശോധന. ശ്രീകാന്ത്, ഇതിൽ ദേവസ്വം ബോർഡ്, ഗുരുവായൂർ ദേവസ്വം ബോർഡിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ ഒരു വാർത്താക്കുറിപ്പായി അത് ആദായ നികുതി വകുപ്പ് അറിയിക്കുകയും ചെയ്യുന്നു. അതിൽ എന്തെങ്കിലും പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? കാരണം ഇത് വളരെ ഗുരുതരമാണല്ലോ. ഓഡിറ്റ് നടന്നിട്ടില്ല, ടാക്സ് ഇവേഷൻ എന്ന വാക്ക് തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ വാർത്താക്കുറിപ്പിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഔദ്യോഗികമായ ഒരു പ്രതികരണം ഉണ്ടാകേണ്ടതാണല്ലോ ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന്. അത് വന്നിട്ടുണ്ടോ? ഇതുവരെയും ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡ്, ഗുരുവായൂർ ദേവസ്വം ബോർഡ് പ്രതികരിച്ചിട്ടില്ല. ഔദ്യോഗിക പ്രതികരണം വന്നിട്ടില്ല. ഒരു പക്ഷേ നാളെയൊക്കെ തന്നെ അവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു ഇന്ന്, പക്ഷേ അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ നാളെയൊക്കെ ആയി അതിന്റെ പ്രതികരണം വന്നേക്കാം. പക്ഷേ ഈ ടാക്സ് ഇവേഷൻ എന്നുള്ള കൃത്യമായ വാക്ക് തന്നെയാണ് ഇതിൽ ആദായ നികുതി വകുപ്പ് ഉപയോഗിക്കുന്നത്. അതായത് നികുതി വെട്ടിപ്പ് തന്നെ നടന്നു. ഈ ഓഡിറ്റ് കൃത്യമായി നടത്താതിരുന്നത്, 2018-19 ഓഡിറ്റ് നടന്നില്ല, കണക്കുകൾ കൃത്യമായി സൂക്ഷിച്ചില്ല, ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ടാക്സ് ഇവേഷൻ നടന്നു, നികുതി വെട്ടിപ്പ് നടന്നു എന്ന് തന്നെയാണെന്ന് അടിവരയിട്ട് പറയുന്നുണ്ട് ആദായ നികുതി വകുപ്പ്. തുടർ നടപടികൾ ഇനിയും ഉണ്ടാകും എന്നുകൂടി പറയുന്നുണ്ട് ആദായ നികുതി വകുപ്പിന്റെ TDS വിഭാഗത്തിലെ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർ. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധന, അതിലെ ഗുരുതരമായ ക്രമക്കേടുകൾ സംബന്ധിച്ചുള്ള സൂചനകൾ, ഇതൊക്കെയാണ് ആദായ നികുതി വകുപ്പ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത്. അതിന്റെ തുടർ നടപടികൾ ഉണ്ടാകുമെന്നുകൂടി അറിയിക്കുന്നു. മറ്റു പ്രതികരണങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. വിചാരണ ആരംഭിക്കാനിരിക്കെ അഭിമന്യു കേസിലെ സുപ്രധാന രേഖകൾ കാണാനില്ല. എറണാകുളം സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച രേഖകളാണ് കാണാതായത്. കേസിലെ കുറ്റപത്രവും നഷ്ടപ്പെട്ടു. 2018 ജൂലൈ 1-നാണ് അഭിമന്യു കൊല്ലപ്പെടുന്നത്. ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്നും. ശ്യാമ, ഈ രേഖകൾ കാണാതായി എന്ന് പറയുന്നത് അത്യന്തം ഗൗരവമുള്ള സംഗതിയാണല്ലോ. എന്താണ് സംഭവിച്ചത്? ഇതിലെ തുടർ നീക്കങ്ങൾ എന്താണ്? ഇത് വിചാരണ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? വിജയകുമാർ, വിചാരണയെ ബാധിക്കാനായിട്ടുള്ള സാധ്യതയില്ല. കാരണം കോടതിയിൽ സമർപ്പിച്ച പകർപ്പുകൾ, പ്രധാനപ്പെട്ട കുറ്റപത്രത്തിന്റെയും മറ്റു രേഖകളുടെയും പകർപ്പുകൾ പോലീസിന്റെ കയ്യിലും പ്രോസിക്യൂഷന്റെ കയ്യിലും അടക്കം ഉള്ളതാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിച്ച
പ്രധാനപ്പെട്ട രേഖകൾ, അതായത് കുറ്റപത്രം അടക്കമുള്ള രേഖകൾ എങ്ങനെ നഷ്ടമായി എന്നുള്ളതിന് എന്ത് മറുപടി നൽകുമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സെഷൻസ് കോടതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് സമർപ്പിച്ച കുറ്റപത്രം അടക്കമുള്ള രേഖകളാണ് കോടതിയിൽ നിന്ന് നഷ്ടമായത്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ഡിസംബർ മാസം സെഷൻസ് ജഡ്ജ് ഹൈക്കോടതി രജിസ്ട്രാർക്ക് ഒരു കത്ത് നൽകിയിരുന്നു. ഇത്തരം രേഖകൾ കോടതിയിൽ നിന്ന് നഷ്ടമായി എന്നുള്ളത് സംബന്ധിച്ച്. തുടർന്ന് ഹൈക്കോടതി ഇത് പരിഗണിക്കുകയും ഈ രേഖകൾ പുനഃസ്ഥാപിക്കാൻ സെഷൻസ് കോടതിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇത് സാങ്കേതികപരമായി വളരെ എളുപ്പം സാധിക്കുന്ന കാര്യമാണ്. പക്ഷേ അപ്പോഴും വളരെ രഹസ്യ സ്വഭാവമുള്ള അതീവ ഗൗരവകരമായ ഒരു കേസിൽ കോടതിയിൽ പോലീസ് സമർപ്പിച്ച യഥാർത്ഥ രേഖകളുടെ പകർപ്പുകൾ ഉൾപ്പെടെ എങ്ങനെ നഷ്ടമായി എന്നുള്ളത് അന്വേഷണ പരിധിയിൽ വരേണ്ട കാര്യമാണ്. കാരണം കോടതിയിൽ ഒരു രേഖ സമർപ്പിക്കുമ്പോൾ അതിന്റെ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടെ കോടതിയിൽ രേഖപ്പെടുത്തും. അത് ആര് സ്വീകരിച്ചു, ആര് കോടതിയുടെ രജിസ്റ്ററിൽ അത് ഒപ്പുവെച്ചു എന്ന് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരം രേഖകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോടതിയിൽ നിന്ന്, വിചാരണ കോടതിയിൽ നിന്ന് നഷ്ടമാകുന്നത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നിലവിൽ തുടരുകയാണ്. അതിനിടയിലാണ് ഈ വിവരം പുറത്തു വരുന്നത്. ഏതായാലും ഹൈക്കോടതിയുടെ വിജിലൻസ് വിഭാഗം ഈ വിവരം അന്വേഷിക്കുന്നുണ്ട്. വിചാരണ ഉടൻ തുടങ്ങാനിരിക്കുന്ന അഭിമന്യു കേസിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളടക്കം സെഷൻസ് കോടതിയിൽ, അത് വിചാരണ കോടതിയിൽ നിന്ന് നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിജയകുമാർ. യെസ്, എറണാകുളം സെഷൻസ് കോടതിയിൽ പോലീസ് സമർപ്പിച്ച രേഖകൾ കാണാതാകുന്നു. ഈ രേഖകൾ ഒരുപക്ഷെ അതിൻ്റെ പകർപ്പുകൾ വീണ്ടെടുക്കാൻ കഴിയും. എങ്കിലും ഇത് എങ്ങനെ നഷ്ടപ്പെട്ടു, ആര് കൊണ്ടുപോയി, ആരെടുത്തു, അത്തരം ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അത് അന്വേഷണത്തിൻ്റെ ഭാഗമാണ്, അത് കണ്ടെത്തേണ്ടതുണ്ട് എന്നതും എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഈ കേസിലെ രേഖകൾ നഷ്ടപ്പെട്ടത് വിചാരണയെ ബാധിക്കില്ല എന്നുകൂടി കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റു പ്രധാന റിപ്പോർട്ടിലേക്ക് തൽക്കാലം പിടിച്ചു നിൽക്കാം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ 13,608 കോടി രൂപ കടമെടുക്കാൻ കേരളത്തിന് സുപ്രീം കോടതിയുടെ അനുമതി. അധിക തുകയിൽ സുപ്രീം കോടതി നിർദ്ദേശിച്ച കേന്ദ്ര സംസ്ഥാന ചർച്ച മറ്റന്നാൾ നടക്കും. സ്യൂട്ട് ഹർജി പിൻവലിക്കാൻ കേന്ദ്രം കേരളത്തോട് ആവശ്യപ്പെട്ടതിനെ സുപ്രീം കോടതി വിമർശിച്ചു. കോടതി ഇടപെടലിനെ ധനമന്ത്രി KN ബാലഗോപാൽ സ്വാഗതം ചെയ്തു. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനാലാണ് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നതെന്ന് ഹർജിയിൽ വാദം തുടങ്ങിയപ്പോൾ തന്നെ കേരളത്തിന്റെ അഭിഭാഷകൻ കപിൽ സിബൽ വാദിച്ചു. കേന്ദ്രത്തോട് പണം സൗജന്യമായി ചോദിക്കുകയല്ല, കടമെടുക്കാനുള്ള അനുമതിയാണ് ആവശ്യപ്പെടുന്നതെന്നും കേരളം വ്യക്തമാക്കി. ഹർജി പിൻവലിക്കാൻ കേന്ദ്രം സമ്മർദ്ദം ചെലുത്തിയതിനെ കോടതി വിമർശിച്ചു. സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സംസ്ഥാനത്തിന്റെ അവകാശം നിഷേധിക്കാനാവില്ലെന്ന് കോടതി. ഹർജി പിൻവലിച്ചാൽ കേന്ദ്രം നൽകാമെന്നറിയിച്ച 13,608 കോടി രൂപ അർഹതപ്പെട്ട തുകയാണെന്ന് കേരളം പറഞ്ഞു. ഈ തുക കടമെടുക്കാനാണ് സുപ്രീം കോടതി അനുമതി നൽകിയത്. കൂടുതൽ തുകയുടെ കാര്യത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ ഇരു കക്ഷികളോടും കോടതി നിർദ്ദേശിച്ചു. വിധി സ്വാഗതം ചെയ്യുന്നുവെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. നമ്മുടെ സംസ്ഥാനത്തിന് ഈ മാർച്ച് വരെ കിട്ടേണ്ട പണത്തിന്റെ ഉൾപ്പെടെ പ്രശ്നമുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് കോടതി പറഞ്ഞു വളരെ ശുഭകരമായ കാര്യമായിട്ട് കാണുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഇതിനൊരു വിവാദം ഉണ്ടാവാനും മറ്റു തർക്കങ്ങളൊന്നുമില്ല. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധത്തിൽ തർക്കങ്ങൾ ഉണ്ടാവേണ്ട കാര്യമില്ല. കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തിന്റെ കാര്യം തന്നെയാണ് ഏത് സമയത്തും കേരളം പറയുന്നത്. 13,600 കോടി രൂപ ഈ വർഷം തന്നെ കടമെടുക്കുന്നതിന് കേസ് തടസ്സമാകരുതെന്ന് കോടതി നിർദ്ദേശിച്ചു. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ചാണ് കേരളത്തിന്റെ ഹർജി പരിഗണിച്ചത്. 24 ഡൽഹി. നവകേരള സദസ്സിന്റെ പോസ്റ്റർ പ്രചാരണത്തിന് മാത്രം സർക്കാർ ചെലവാക്കിയത് 9 കോടി രൂപ. പോസ്റ്ററിനും ബ്രോഷറിനും ക്ഷണക്കത്തിനുമാണ് ഇത്രയും തുക ചെലവാക്കിയത്. സർക്കാർ സ്ഥാപനമായ CAPT-നായിരുന്നു ചുമതല. 2023 നവംബർ 18 മുതൽ ഡിസംബർ 24 വരെയായിരുന്നു സർക്കാരിന്റെ നവകേരള സദസ്സ്. 25,40,000 പോസ്റ്റർ അടിച്ചതിന് 2,75,14,296 രൂപയും 97,96,810 ബ്രോഷർ അടിച്ചതിന് 4,55,47,329 രൂപയും 1,01,46,810 ക്ഷണക്കത്തടിച്ചതിന് 1,85,58,516 രൂപയുമാണ് ചെലവായത്. നവകേരള സദസ്സ് ധൂർത്താണെന്ന് പ്രതിപക്ഷം ഇപ്പോഴും ആവർത്തിക്കുന്നതിനിടെയാണ് കണക്കുകൾ പുറത്തുവന്നത്. വിഷയം ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ മറുപടി. എനിക്ക് വിഷയം അറിയില്ല, നോക്കിട്ട് പറയാം. 9 കോടി രൂപ ഇതിന്റെ പറയാം. ടെൻഡർ വിളിക്കാതെ ഇൻഫർമേഷൻ വകുപ്പ് സർക്കാർ സ്ഥാപനമായ CAPT-നായിരുന്നു അച്ചടിക്കുള്ള ചുമതല നൽകിയത്. 24 തിരുവനന്തപുരം. മൂന്നാറിൽ വീണ്ടും പടയപ്പ ഇറങ്ങി എന്ന വിവരം വരുന്നുണ്ട്. കല്ലാർ എസ്റ്റേറ്റിൽ ഓട്ടോറിക്ഷ തകർത്തു. യാത്രക്കാരുമായി പോയ ഓട്ടോയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ആളുകൾ ഇറങ്ങി ഓടിയതിനാൽ വലിയ അപകടം ഒഴിവായിട്ടുണ്ട്. RRT സംഘവും നാട്ടുകാരും ചേർന്ന്
ആനയെ തുരത്തി അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണിത്. രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകും. രാഹുൽ, ആളുകൾക്ക് പരിക്കില്ല എന്ന് വിശ്വസിക്കാം അല്ലേ? ആളുകൾക്ക് പരിക്കില്ല എന്നുള്ളതാണ് നാട്ടുകാർ നമ്മളെ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അല്പസമയം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. രാവിലെ മുതൽ തന്നെ കല്ലാർ എസ്റ്റേറ്റ് മേഖലയിൽ പടയപ്പ ചുറ്റിക്കറങ്ങുന്നുണ്ടായിരുന്നു. പദപ്പാടിലായതുകൊണ്ട് തന്നെ ആന കൂടുതൽ പ്രകോപനമാണ് എന്നുള്ളത് നാട്ടുകാർക്ക് അറിയാമായിരുന്നു. അല്പസമയം മുമ്പ് ഈ ഓട്ടോറിക്ഷയിലെ യാത്രക്കാരുമായി വരുമ്പോഴാണ് പടയപ്പയുടെ മുന്നിൽ പെടുന്നത്. ആനയെ കണ്ട ഉടൻ തന്നെ ഓട്ടോയിൽ ഉണ്ടായിരുന്ന ആളും ഡ്രൈവറും ഉൾപ്പെടെ എല്ലാവരും ഇറങ്ങി ഓടി, അല്ലെങ്കിൽ വലിയൊരു അപകടം ഉണ്ടായേനെ എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഈ പ്രദേശത്ത് സമീപത്തായി RRT സംഘവും ഉണ്ടായിരുന്നു. അവർ ആനയെ എത്തി തുരത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇതിന് പിന്നാലെ മൂന്നാർ നടയാർ നോർത്ത് ഡിവിഷനിൽ ഒറ്റക്കൊമ്പൻ എന്ന് വിളിപ്പേരുള്ള കാട്ടാനയും ഇറങ്ങിയിട്ടുണ്ട്. ആ ആനയെയും RRT സംഘം തുരത്താൻ വേണ്ടിയുള്ള ശ്രമം തുടരുകയാണ്. യെസ്, പടയപ്പ, ഒറ്റക്കൊമ്പൻ, അവിടെ ചിലയിടങ്ങളിൽ കാട്ടുപന്നി, അങ്ങനെ ഇടുക്കിയിൽ നിന്ന് വന്യജീവി ആക്രമണങ്ങളുടെ വാർത്തകളാണ് രാത്രി വൈകിയും വരുന്നത്. ജനവാസ മേഖലയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. പലയിടത്തും അത്തരം റിപ്പോർട്ടുകൾ രാത്രി വൈകിയും വരുന്നു. ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു രാഹുൽ വിജയൻ. CBI വരുമോ? പൂക്കോട് വെറ്റിനറി കോളേജ് ഹോസ്റ്റലിൽ പരിഷ്കാരങ്ങൾക്ക് നിർദ്ദേശം. കൂടുതൽ അധ്യാപകർക്ക് ഹോസ്റ്റലുകളുടെ ചുമതല നൽകി. ഹോസ്റ്റലുകളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കും. സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി MP മുഖ്യമന്ത്രിക്ക് കത്തു നൽകി. പൂക്കോട് വെറ്ററിനറി ക്യാമ്പസിലെ 6 ഹോസ്റ്റലുകളിലും വാർഡന്മാരെ ചുമതലപ്പെടുത്താനാണ് VCയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗ തീരുമാനം. മെൻസ് ഹോസ്റ്റലിലെ ഓരോ നിലയിലെയും ചുമതല ഓരോ വാർഡന്മാർക്ക് നൽകും. ഒരു അസിസ്റ്റന്റ് വാർഡനാണ് മൊത്തം ചുമതല. ഹോസ്റ്റലുകളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ തുടങ്ങി. സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട രാഹുൽ ഗാന്ധി MP മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. പ്രതികളെല്ലാം SFIക്കാരാണെന്നും കേസ് മൂടിവെക്കാനുള്ള നീക്കത്തെ അപലപിക്കുന്നു എന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. സിദ്ധാർത്ഥന്റെ മരണത്തിൽ MM മണിക്കെതിരെ ആരോപണവുമായി രമേശ് ചെന്നിത്തല രംഗത്തെത്തി. ഇടുക്കി ജില്ലയിലെ MM മണിയുമായി ഏറ്റവും ബന്ധമുള്ള ഒരു SFI പ്രവർത്തകനാണ്. അതിന്റെ പേരിപ്പോ എന്നെ വിളിച്ചു പറഞ്ഞു തന്നു. അയാളാണ് അക്ഷയ് എന്ന് പറയുന്ന ആളാണ്. ഇതുവരെ പോലീസിന് പിടികൊടുക്കാതെ ഇടുക്കിയിലെ CPM നേതൃത്വത്തിന്റെ സംരക്ഷണയിൽ കഴിയുന്നത്. മരണത്തിൽ കക്ഷി രാഷ്ട്രീയം കാണേണ്ടെന്നും കുടുംബത്തോടൊപ്പം സർക്കാരുണ്ടെന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചു. ഞങ്ങൾ ആ മരണത്തിൽ ഒരു കക്ഷി രാഷ്ട്രീയ പ്രശ്നമായി കാണാൻ ഉദ്ദേശിക്കുന്നില്ല. ആ മരണം നിർഭാഗ്യകരമാണ്. സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തോട് ഗവൺമെൻറ്റിന് തീർച്ചയായിട്ടും ഐക്യദാർഢ്യമുണ്ട്. അവരുടെ കൂടെയാണ് ഗവൺമെൻറ് ആകാൻ നിൽക്കുന്നത്. എല്ലാവരും നിൽക്കേണ്ടതും ആ കുടുംബത്തിൻ്റെ കൂടെയാണ്. സിദ്ധാർത്ഥന്റെ മരണം കൊലപാതകമാണെന്നും SFIക്കാർ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണെന്നുമുള്ള വൈത്തിരി ഗ്രാമപഞ്ചായത്ത് അംഗം NK ജ്യോതിഷിന്റെ പ്രതികരണത്തിൽ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു. 24 എൻകൗണ്ടറിലായിരുന്നു ജ്യോതിഷിന്റെ പ്രതികരണം. ഇക്കാര്യം തന്നോട് ചില വിദ്യാർത്ഥികൾ പറഞ്ഞു എന്നായിരുന്നു ജ്യോതിഷ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ വ്യക്തത വരുത്താൻ ഉടൻ നോട്ടീസ് നൽകാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. 24 വയനാട്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.